ഹായ് ഫ്രണ്ട്സ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം ബാങ്ക് എക്സാം പോലുള്ള ചില ഓൺലൈൻ എക്സാമുകൾ ഒത്തിരി സ്ട്രെസ്ഫുൾ ആണ്. സോ അത്തരം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എക്സാമിന് മുന്നേ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ മെന്റലി എത്രമാത്രം പ്രിപ്പയർ ആയിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് എക്സാം ടിപ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ്, കാം ആൻഡ് ഫോക്കസ്. നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അവിടെ നമ്മൾ കാം ആൻഡ് ഫോക്കസ്ഡ് ആയിരിക്കണം, അല്ലെ? എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് അല്ലെങ്കിൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. സോ ബാങ്ക് എക്സാമിന്റെ കേസിലാണെങ്കിലും ബാങ്ക് എക്സാം തന്നെ അത്യാവശ്യം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എക്സാം ആണ്. സോ അതിന്റെ കൂടെ നമ്മൾ മെന്റലി സ്ട്രെസ്സും കൂടി കൊടുക്കുവാണെങ്കിൽ നമുക്ക് വിചാരിച്ച ഒരു അറ്റംപ്റ്റ് കിട്ടുകയില്ല. സോ മെന്റലി നമ്മൾ കൂൾ ആയിട്ടിരിക്കുക ആൻഡ് ഫോക്കസ്ഡ് ആയിരിക്കുക. ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യും? മെന്റലി എങ്ങനെ നമുക്ക് ടെൻഷൻ ഫ്രീ ആക്കാൻ പറ്റും? ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാമിന് കുറച്ച് കാലം മുന്നേ അല്ലെ കുറച്ച് ദിവസം മുന്നേ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ത്രൂ ഔട്ട് നമ്മുടെ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ ജേർണിയിൽ തന്നെ നമ്മൾ കാം ആൻഡ് ഫോക്കസ് ആയിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. ഇനി അത് പറ്റാത്ത ആൾക്കാർ ഈവൻ ജസ്റ്റ് എക്സാമിന് ജസ്റ്റ് 1 വീക്ക് ബിഫോർ എങ്കിലും ഈ ഒരു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ മെന്റലി നിങ്ങൾക്ക് ഡിസ്ട്രാക്ട് ആവുന്നത്, എന്താണ് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ആയിരിക്കാം അവർക്ക്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചില പേഴ്സൺസുമായിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കാം, ചില ആൾക്കാർക്ക് ചില സിറ്റുവേഷൻസ് ആയിരിക്കാം. ഈവൻ ചില സ്റ്റുഡൻസ് പറയുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില ന്യൂസുകൾ, ക്രൈം ന്യൂസുകളൊക്കെ കാണുമ്പോൾ മെന്റലി വല്ലാതെ ഡിസ്ട്രാക്ട് ആവുന്നുണ്ട്, ടെൻഷൻ ആവുന്നുണ്ട്, അല്ലെ? അപ്പൊ നിങ്ങളുടെ മനസ്സ് എവിടെയാണ് നിങ്ങളുടെ മനസ്സ് ഒന്ന് ഡിസ്ട്രാക്ട് ആവുന്നത്, എവിടെയാണ് അത് ഡിസ്റ്റർബ് ആവുന്നത് കണ്ടുപിടിച്ചുകൊണ്ട് ഈവൻ ജസ്റ്റ് ബിഫോർ 1 വീക്ക് ബിഫോർ എക്സാം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാൻ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഒന്ന് മെന്റലി ഐസൊലേറ്റ് ആവാൻ ട്രൈ ചെയ്യുക. ഈവൻ ചില ആൾക്കാർക്ക് മെന്റലി ഐസൊലേറ്റ് ആവുമ്പോഴായിരിക്കും കൂടുതൽ ടെൻഷൻ ആവുന്നുണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, സോഷ്യൽ ആവുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എന്ത് ചെയ്താലാണ് അല്ലെ എന്തൊക്കെ മാറ്റി വെച്ചാലാണ്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്താലാണ് നിങ്ങളുടെ മനസ്സ് കൂൾ ആവുക, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പ്രിപ്പറേഷൻ ഫിസിക്കൽ ഹെൽത്തിന്റെ കൂടെ മെന്റൽ ഹെൽത്ത് കൂടി നന്നായിട്ട് ട്രൈ ചെയ്ത് നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് വരാൻ പറ്റും. ഈവൻ എക്സാമിന്റെ തൊട്ട് മുന്നേ ഒരു 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം, അല്ലെ? ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ എടുത്ത് ലൈറ്റ് ആയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തുകൊണ്ട് ഒന്ന് കൂളാവാം. അല്ലെങ്കിൽ ആ ടേബിളിൽ ഒന്ന് കിടന്നുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏത് രീതിയിലാണോ നിങ്ങൾ ഓക്കെ ആവുന്നത്, അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മെന്റലി ഒന്ന് ഓക്കെ ആവുക. പിന്നെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനെ നേരെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പറയാനുള്ളത്. നെക്സ്റ്റ്, ആക്യുറസി. നമുക്കറിയാം ബാങ്ക് എക്സാംസിൽ ആക്യുറസി വെരി വെരി ഇമ്പോർട്ടന്റ്. സ്പീഡിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്നത് ആക്യുറസി എന്നുള്ള ഫാക്ടറാണ്. നമുക്കറിയാം എന്താ, നോർമലി എറർ വരുന്നതിന് ഒരു പെനാൽറ്റി ആയിട്ട് 1/4 ക്വസ്റ്റ്യൻസ്, 1/4 മാർക്ക് പെനാൽറ്റി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എററിന്റെ നെഗറ്റീവ് മാർക്കിന്റെ കൂടെ നോർമലൈസേഷൻ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എറർ വരുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ ഓവറോൾ സ്കോർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എറർ ഇല്ലാതെ നിങ്ങൾ കംപ്ലീറ്റ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു അഡീഷണൽ സ്കോർ കിട്ടാനും ചാൻസ് ഉണ്ട്, അല്ലെ? അപ്പോ ആക്യുറസിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എക്സാം ആണ് ബാങ്ക് എക്സാംസ്. സോ നിങ്ങൾ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്നുള്ളതിൽ ഒരു കാര്യവുമില്ല, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ആക്യുറേറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തു അതിലാണ് കാര്യം. ഓക്കെ, ഈവൻ RRB ക്ലർക്കിന്റെ കേസിൽ ഒരു വർഷം ഒരു സ്റ്റുഡന്റ് 68 അറ്റൻഡ് ചെയ്തിട്ട് ആ കുട്ടിക്ക് 76 സ്കോർ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എന്താണ് കാര്യം, അത്രയും ആക്യുറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചില ഷിഫ്റ്റ് ടഫ് ആണോ ഈസി ആണോ ഇത് നോക്കിയിട്ട് നോർമലൈസേഷൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ എറർ ഇല്ലാതെ ചെയ്യുക, അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, സോ ഇപ്പൊ കഴിഞ്ഞ ഒരു SBIPയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ ലേറ്റസ്റ്റ് കഴിഞ്ഞതിൽ അത്യാവശ്യം നല്ല പാടായിട്ടുള്ള എക്സാം ആയിരുന്നു. സോ 100ല് 56ഉം 50 ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട്. അവര് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 50 ഒക്കെ ചെയ്യുമ്പോൾ
50-50 ആക്യുറേറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രിലിംസ് കയറി പോയിട്ടുണ്ട്. 56ഓ 58ഓ എന്തോ അങ്ങാണ്ടായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് എക്സാം ടഫ് ആണോ ഈസി ആണോ നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻസ് എത്രമാത്രം സ്പീഡിലും എത്ര നന്നായിട്ടുള്ള ആക്യുറസിയിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ചെയ്യാം. ഓക്കെ, അതിനുള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വന്നോളും. ഓക്കെ, ഇപ്പൊ എക്സാം എന്റെ ഷിഫ്റ്റ് നല്ല പാടായിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ല പണി കിട്ടും നോർമലൈസേഷൻ, അല്ല എന്റെ ഷിഫ്റ്റ് നല്ല ഈസി ആയിരുന്നു, സോ എനിക്ക് പണി കിട്ടും. ഇങ്ങനെയൊന്നും ഇങ്ങനെയുള്ള ഒരു കാര്യമേ നിങ്ങൾ സെൽഫ് അനാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളുടെ മുന്നിലെ ക്വസ്റ്റ്യൻസ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്പീഡ്. ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു സ്പീഡിനേക്കാളും ഒരു പടി മുമ്പിലാണ് ആക്യുറസി. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പോയിന്റ് ആക്യുറസി ആയിട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ സ്പീഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം പ്രിലിമിനറി എക്സാമിനാണ് സ്പീഡ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ. മെയിൻ എക്സാമിന് ഉണ്ട്, പക്ഷേ നമുക്ക് മെയിൻ എക്സാമിൽ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും അത്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പ്രിലിമിനറിന്റെ കേസ് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് അവിടെ സെക്കൻഡ്സിന് പോലും വാല്യൂ ഉണ്ട്. വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. സോ ഈ ഒരു സ്പീഡ് ഇംപ്രൂവ്മെന്റ് വരുന്നത് ഓൺലി ത്രൂ പ്രാക്ടീസ് ആണ്. സോ ഞാൻ പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക് ആയിക്കോട്ടെ, ഏത് പിന്നെ എന്താ പറയാ സെക്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യാ ടൈമർ വെച്ച് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടൈമർ വെച്ച് മാത്രം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സ്പീഡ് ഇപ്പൊ ചില പസിൽസിലൊക്കെ നമ്മൾ അത്യാവശ്യം ടൈം എടുക്കുവാണെങ്കിൽ ആ പസിൽ തന്നെ പിന്നെ അല്ലെ ആ ടൈപ്പ് പസിൽസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ടൈമിന്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് പ്രാക്ടീസിലൂടെ മാത്രമേ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പീഡ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ആക്യുറസിയും പോരുന്നില്ലേ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഈ സ്പീഡ് ആൻഡ് ആക്യുറസി ഒന്നിച്ച് നമ്മൾ എന്ത് ചെയ്യാം, പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ ചില യൂട്യൂബ് ചാനൽസിലും അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽസിലുണ്ട്, അതായത് പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ടൈമർ വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് യൂട്യൂബ് ചാനൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക് ടെസ്റ്റ്, എന്താ പറയാ സെക്ഷണൽ ടെസ്റ്റ്, മിനി മോക്ക് ടെസ്റ്റ്, ഫുൾ മോക്ക് ടെസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഫുൾ മോക്ക് ടെസ്റ്റ് ഒന്നും ചില സ്റ്റുഡൻസ് ഫുൾ മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡയറക്റ്റ് സബ്മിറ്റ് അടിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. അപ്പൊ അതിൽ വെച്ചാൽ നിങ്ങൾക്ക് അതിലും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമറിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ടൈമിനനുസരിച്ച്, അതായത് ആസ് യൂഷ്വൽ ഒരു ഫുൾ ഫുൾ സോറി അതായത് നമ്മളിപ്പം ആസ് യൂഷ്വൽ ഒരു ബാങ്ക് എക്സാമിന് എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫുൾ മോക്ക് അറ്റൻഡ് ചെയ്തിട്ട് ദെൻ അത് അനാലിസിസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആദ്യം തന്നെ പോയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ അതായിരിക്കും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ടൈമർ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക, എങ്കിൽ മാത്രമേ സ്പീഡ് ഇംപ്രൂവ് ആവുകയുള്ളൂ. ചില സ്റ്റുഡൻസ് പറയും ക്വാണ്ടിന്റെ എല്ലാ ബേസും പഠിച്ചിട്ടുണ്ട്, എല്ലാ ബേസും അറിയാം, പക്ഷെ സ്പീഡില്ല. സ്പീഡില്ല എന്ന് പറയുന്നത് ഓൺലി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രം, നമ്മൾ ഇപ്പം ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഒരു 10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾക്ക് ആ ഒരു ഡിഫറൻസ് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ പ്രാക്ടീസ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ദെൻ സബ്ജക്ട് നോളജ്. സബ്ജക്ട് നോളജ് നമുക്കറിയാം, നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ എക്സാമിന് വേണ്ട എല്ലാ സിലബസും പഠിച്ചിട്ടേ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെ. അപ്പോ ഇവിടെ സബ്ജക്ട് നോളജിന്റെ കേസിൽ മെയിൻ ആയിട്ട് സ്ട്രെസ് ചെയ്യാനുള്ള പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ബേസിക് നോളജ് നന്നായിട്ട് നോക്കുക. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് പറയാനുള്ളത് ക്വാണ്ടിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയാ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എടുക്കുവാണെങ്കിൽ അവിടെ പല കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ. ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ കേസിൽ ഒരേ ഡയറക്ഷനിൽ പോകുന്നത്, ഡിഫറെന്റ് ഡയറക്ഷനിൽ പോകുന്നത്, ടൈം കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന കേസ്, സ്പീഡ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന കേസ്, ഈവൻ സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന കേസ്, അല്ലെങ്കിൽ ട്രെയിന് പോകുമ്പോൾ പാസഞ്ചേഴ്സും ട്രെയിനും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ റിവറിലൂടെ ബോട്ട് പോകുമ്പോൾ ഉള്ളത് അല്ലെ. അപ്പൊ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ അണ്ടറിൽ തന്നെ ഒത്തിരി കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഓരോന്നും, അതായത് നമ്മൾ ഓരോരോ കോൺസെപ്റ്റ് ആയി എടുക്കുമ്പോൾ അത്രയും സിമ്പിൾ ആയിരിക്കും അല്ലെ. ഈവൻ നമ്മളിപ്പം ബോട്ടൺ സ്ട്രീം മാത്രം എടുക്കുമ്പോൾ എത്രമാത്രം ഈസിയാണ് ആ ഒരു ടോപ്പിക് അല്ലെ. അതുപോലെ ഓരോ വലിയ ടോപ്പിക്കിനെയും സബ് ടോപ്പിക്കുകളാക്കിയിട്ട് ഓരോ സബ് ടോപ്പിക്കിന്റെയും ബേസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുക. അതായത് നമുക്കൊരു കംപ്ലീറ്റ് ബേസ് അറിയുവാണെങ്കിൽ നമുക്ക് പ്രിലിമിനറി എക്സാം പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓൾസോ
അതിന് ഓൾസോ ഈ ഒരു നോളജിന്റെ മുകളിൽ കുറച്ചൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കുറച്ചൊരു പടി മുകളിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ എക്സാമും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സബ്ജക്ട് നോളജ്, അതാണ് ഈ സബ്ജക്ട് നോളജ് പറയാനുള്ളത്. ഇവിടെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അധിക സ്റ്റുഡൻസിന്റെയും ഡൗട്ടാണ്, എല്ലാ സിലബസിൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യണോ, ഒന്നോ രണ്ടോ ടോപ്പിക് സ്കിപ്പ് ചെയ്തൂടെ? ചെയ്യാം. നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ബാക്കി ടോപ്പിക്കുകളിൽ അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ടോപ്പിക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പം നമ്മളെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, പ്രോബബിലിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളിലൊന്നും അധികം ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷേ വരാതിരിക്കാതെയും ഇല്ല. മനസ്സിലായില്ലേ? ചില എക്സാംസുകളിൽ ഇത്തരം ഒളിഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, SBI PO പ്രിലിംസ് ലേറ്റസ്റ്റ് കഴിഞ്ഞ എക്സാമില് സ്റ്റുഡൻസ് പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡില് 4ഉം 5ഉം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അറ്റൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ 4ഉം 5ഉം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവര് ഈ ഒരു 30 ക്വസ്റ്റ്യൻസിന്റെ ഒരു ബെഞ്ച് ഓഫ് 30 ക്വസ്റ്റ്യൻസ് നിന്ന് അവര് പഠിച്ചത് അല്ലെ അവർക്ക് അറിയാവുന്നത് സെലക്ട് ചെയ്യുകയാണ്. സോ അങ്ങനെ ഒരു ടഫ് ആയിട്ടുള്ള എക്സാമിൽ ഒരു പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ വരികയാണ്. ബേസിക് മാത്രം അറിയുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ബേസ് അറിയില്ലെങ്കിൽ പോയില്ലേ, ഒരു മാർക്ക് അവിടെ പോയി. അപ്പൊ ഇത്തരം ടഫ് ആയിട്ടുള്ള എക്സാമുകളിൽ ആ ഒരു മാർക്ക് പോലും അത്ര ഇമ്പോർട്ടന്റ് ആണ്. സോ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ടോപ്പിക്കിന്റെയും ബേസ് അറിഞ്ഞ് പോവുക എന്ന് തന്നെയാണ്. ബേസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെയാണ്. പിന്നെ നമുക്ക് അതിന്റെ മുകളിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ ഈസിയാണ്. സോ ഇനി ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്നോ രണ്ടോ ടോപ്പിക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ ടോപ്പിക്കുകളിലും നമ്മൾ ഓക്കെ അല്ലേ എന്നുള്ള കാര്യം നമ്മൾ സ്വയം വിലയിരുത്തണം. ഓക്കെ. നെക്സ്റ്റ്, ടൈം മാനേജ്മെന്റ്. നമുക്കറിയാം ബാങ്ക് എക്സാംസിന്റെ കേസിൽ ടൈം മാനേജ്മെന്റ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് പ്രിലിംസിന്റെ കേസിൽ ഞാൻ പറഞ്ഞു, ആ ഒരു ടൈമിന്റെ ഉള്ളിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് അല്ലെ അക്യുറേറ്റ് ആയി ചെയ്യുന്നു, അതാണ് കാര്യം. ഓക്കെ. അപ്പം ടൈം മാനേജ്മെന്റിൽ എനിക്ക് മെയിൻ ആയിട്ട് ഇതിൽ തരാനുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ നോക്കാനേ പാടില്ല. ഇത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ടൈം നോക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് 1 by ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ 1 by 1 ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയി നമുക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള അവസരത്തിൽ നമ്മളൊന്ന് ടെൻഷൻ ആകുമ്പോഴാണ് നമ്മൾ ഇനി എത്ര ടൈം ബാക്കിയുണ്ട് ഈ സെക്ഷനിൽ എന്ന് നമ്മൾ നോക്കുക. ഇനി 5 മിനിറ്റേ ബാക്കിയുള്ളൂ, അല്ലെ 10 മിനിറ്റേ ബാക്കിയുള്ളൂ. അപ്പൊ നോക്കുമ്പോൾ അയ്യോ ഞാൻ 5 ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്തുള്ളൂ എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ, അതായത് ഇനി 10 മിനിറ്റേ ബാക്കിയുള്ളൂ, ഞാൻ 5 ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്തുള്ളൂ എന്ന് നമ്മൾ കണ്ട് റിയലൈസ് ചെയ്യുന്ന ഒരു ടൈം നമുക്ക് ഭയങ്കര ക്രൂഷ്യൽ ആണ്. ആ ഒരു ടൈം നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ നമുക്ക് വീണ്ടും നെഗറ്റീവ് എനർജിയാണ് വരുന്നത്, അല്ലെ? അതായത് നമ്മൾ ചെയ്യുന്നതിന്റെ സ്പീഡും കാര്യങ്ങളും. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ടൈം മാനേജ്മെന്റ്. അപ്പൊ ബാങ്ക് എക്സാംസിന്റെ കേസിൽ ടൈമിങ് ഭയങ്കരമായി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അല്ലെ? അതായത് പ്രത്യേകിച്ച് പ്രിലിംസിന്റെ കേസിൽ ഞാൻ പറഞ്ഞു, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറിയുന്നതായിരിക്കും. പക്ഷെ എത്രമാത്രം സ്പീഡിൽ എത്രമാത്രം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു അതാണ് കാര്യം. അക്യുറേറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നു അതാണ് കാര്യം. സോ ടൈം മാനേജ്മെന്റ് നമുക്ക് സെറ്റ് ആവണമെങ്കിൽ നമ്മളത് പ്രാക്ടീസിലൂടെ മാത്രമേ സെറ്റ് ആക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, വേറൊരു ടിപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ടൈം നമ്മൾ നോക്കാനേ പാടില്ല. ടൈമറിലേക്ക് കണ്ണ് പോവാനേ പാടില്ല. മുന്നിലുള്ള ക്വസ്റ്റ്യൻ എന്താണോ അത് വായിക്കുന്നു, അറിയെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കുന്നു. ഇത് മാത്രം സ്കിപ്പ് അടിക്കുക അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ചെയ്യുക, ഇതാണ് ടൈം മാനേജ്മെന്റ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രാക്ടീസിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ എക്സാം സെന്ററിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് നോക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവാൻ പാടില്ല. വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്കിപ്പ് ചെയ്യാനും ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എന്താണോ എക്സാം സെന്ററിൽ പോയി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് തന്നെ, അതായത് ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ, ടൈമർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഒരു നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റ് അങ്ങോട്ട് ചെയ്യുമ്പോൾ തന്നെ പിന്നെ നമ്മളൊരു റിയൽ എക്സാം എഴുതുമ്പോൾ നമ്മൾ നോർമലി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഫീൽ മാത്രം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ടി വരില്ല. കാരണം നമ്മൾ യൂഷ്വലി എങ്ങനെയാണോ ടൈം മാനേജ് ചെയ്യുന്നത് അത് തന്നെ, അതേ റൂൾസ് തന്നെ അവിടെ എടുത്താൽ മതി. ഓക്കെ.
അടുത്ത പോയിന്റ് സീറോ ഈഗോ. അത് ടൈം മാനേജ്മെന്റ് ഒരു ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് സീറോ ഈഗോ. അതായത് നിങ്ങൾക്ക് എക്സാം തുടങ്ങി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾ യാതൊരു ഈഗോയും കാണിക്കേണ്ട ആവശ്യമില്ല. സോ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, ഈവൺ ഒരു അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെ ഒരു DI ആയിരിക്കാം, അല്ലെ ഒരു പസിൽ ആയിരിക്കാം. മെയിൻ ആയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസിലാണ് ടൈം പോവാറുള്ളത്. സോ നമ്മളൊരു പസിൽ എടുത്തു. പസിലെടുത്ത് നമ്മൾ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കിട്ടി വന്ന് നമ്മൾ നോക്കുമ്പോഴായിരിക്കും നമുക്ക് എവിടെയെങ്കിലും ഒരു എറർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മാച്ച് ആവാത്ത കേസ് വരിക. അപ്പൊ തന്നെ നമുക്കത് റീചെക്ക് ചെയ്തിട്ട് ഓക്കെ, റീചെക്ക് ചെയ്തിട്ട് ഓക്കെ ആക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെ. അല്ല എങ്കിൽ അത് പറ്റില്ല, ഞാൻ റോങ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തു എന്നുള്ള ബോധം വരുവാണെങ്കിൽ ഉടനടി നമ്മൾ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ ഓൾറെഡി 10 മിനിറ്റ് ഇതിന് ഇൻവെസ്റ്റ് ചെയ്തു, ഇനി എനിക്കിത് കിട്ടാതെ ഞാൻ പോവില്ല, അല്ലെങ്കിൽ എന്റെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ഇത് ചെയ്തിട്ടുണ്ടാകും, ഞാൻ മാത്രം ഇത് ചെയ്യാതിരുന്നാൽ മോശക്കാരനാവും, ഇങ്ങനെയുള്ള യാതൊരു ഈഗോയും നിങ്ങൾ എക്സാമിന്റെ ഉള്ളിൽ കൊണ്ട് അപ്ലൈ ചെയ്യരുത്. നിങ്ങളുടെ ഈഗോ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈഗോ വർക്ക് ചെയ്യേണ്ടത് ഇവിടെയല്ല, ഹോൾ എക്സാമിലാണ്. ഈ എക്സാം എനിക്ക് എല്ലാവരും ഈ എക്സാം ക്ലിയർ ചെയ്യും, ഞാനും ക്ലിയർ ചെയ്യണം എന്ന രീതിയിൽ മുന്നോട്ട് പോവാന്നല്ലാതെ ഒരു ക്വസ്റ്റ്യന്റെ മുന്നിലും ഈഗോ വെച്ചിരിക്കാൻ പാടുള്ളതല്ല. മെയിനായിട്ട് ഈ ഈഗോ വർക്കാവുന്നത് പസിൽസും DIസും അരിത്തമാറ്റിക്കും ആണ്. ഇപ്പൊ വൺ വേർഡ് അരിത്തമാറ്റിക് ഒക്കെ ആയിരിക്കും. അപ്പം വൺ വേർഡ് അല്ലേ ഉള്ളൂ, ഇതിപ്പോ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തോന്നും, അയ്യോ ഇതൊരു വൺ വേർഡ് ക്വസ്റ്റനേ ഉള്ളൂ, ഞാൻ പലതവണ റിവൈസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ്, എന്നിട്ട് എനിക്കിത് കിട്ടുന്നില്ലേ, ഇതെന്താ എനിക്ക് കിട്ടാത്തത് എന്ന് സെൽഫ് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ഈഗോ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു. സോ ജസ്റ്റ് വായിക്കുക, ക്വസ്റ്റ്യൻ കൂളായി വായിക്കുക, ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ആൻസർ കിട്ടുവാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക, കിട്ടുന്നില്ല സ്കിപ്പ് അടിക്കുക. ഈ ഒരു റൂള് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുമ്പോഴും മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഇത് തന്നെ ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ സീറോ ഈഗോ എന്നുള്ള കോൺസെപ്റ്റ് എക്സാമിന് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഓക്കെ, നെക്സ്റ്റ് ഡീഹൈഡ്രേറ്റഡ്. നമുക്കറിയാം എന്താണ്, വെള്ളം നന്നായി കുടിക്കുക അല്ലെ. അപ്പം പല സ്റ്റുഡൻസും കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാല് പ്രിലിംസ് 1 മണിക്കൂറല്ലേ എക്സാം ഉള്ളൂ, അല്ലെങ്കിൽ RRBക്ക് ആണെങ്കിൽ 45 മിനിറ്റ്സല്ലേ എക്സാം ഉള്ളൂ, സോ വാട്ടർ ബോട്ടിൽ വേണ്ട അല്ലെ. നിങ്ങൾ എക്സാമിന് 45 മിനിറ്റ്സേ ഉള്ളൂ, അല്ലെ 1 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ ആ 1 മണിക്കൂറാണോ നിങ്ങൾ എക്സാമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അല്ല. നിങ്ങളെ റിപ്പോർട്ടിംഗ് ടൈമിന്റെ ഒരു അരമണിക്കൂർ മുന്നേ, അല്ലെ റിപ്പോർട്ടിംഗ് ടൈമിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, സെന്ററിൽ എത്തും. സെന്ററിൽ എത്തി റിപ്പോർട്ടിംഗ് ടൈം കഴിഞ്ഞിട്ട് ഒരു 1 അവർ കഴിഞ്ഞിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ടൈമിങ്ങിലൊക്കെ നിങ്ങൾ ക്യൂ നിൽക്കുന്നു, വെരിഫിക്കേഷൻ ടൈം നിൽക്കുന്നു. അപ്പൊ ഈ ടൈമിലൊക്കെ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഈ സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു ഡ്രോപ്പ് വാട്ടർ കിട്ടിയാൽ ബെറ്റർ ആണ്. ഓക്കെ, സോ എപ്പോഴും ഒരു ട്രാൻസ്പാരന്റ് വാട്ടർ ബോട്ടിൽ കരുതുക. വേ അത് കരുതി കൊണ്ടുപോവുക. ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കണ്ട, പക്ഷെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടാകുന്നത് പ്രിലിംസിനാണെങ്കിലും മെയിൻസിനായാലും, മെയിൻസിന് മസ്റ്റായിട്ട് കൊണ്ടുപോവുക, പ്രിലിംസിനാണെങ്കിലും കൊണ്ടുപോകണം എന്ന് മാത്രമേ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് കോൺഫിഡൻറ്റ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ്, നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് കോൺഫിഡൻറ്റ്. പക്ഷേ എക്സാമിന്റെ കേസിൽ നമ്മളത് മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പം ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ ഷിഫ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റ് ആണ്. അപ്പൊ ഓൾറെഡി ഫസ്റ്റ് ഷിഫ്റ്റിലെ ആൾക്കാർ എക്സാം എഴുതി കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നേരെ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കുക, അവരുടെ അനാലിസിസ് ചോദിക്കുക. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട്, നിങ്ങൾക്കറിയാം ആ കുട്ടിയുടെ ഒരു ലെവൽ എന്താണ്, അല്ലെ ആ കുട്ടി എത്രമാത്രം പഠിക്കുന്ന, എത്രമാത്രം എക്സാമിനെ സീരിയസ് ആയി കാണുന്ന ഒരു കുട്ടിയാണെന്ന് അറിയാം. പക്ഷേ അങ്ങനെയുള്ള ഒരു കുട്ടി, ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് കോൺഫിഡൻറ്റ്. ഈ ഒരു പോസിറ്റീവ് ആയിരിക്കുക, കോൺഫിഡന്റ് ആയിരിക്കുക എന്നുള്ളത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ എക്സാമിന്റെ കേസിൽ പറയുമ്പോൾ നമുക്ക് ഈ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിരിക്കുക എന്നുള്ള കാര്യങ്ങൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ എത്രമാത്രം പഠിച്ചു, അല്ലെ നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്തു എന്നല്ല, നമ്മുടെ മെന്റൽ ഹെൽത്ത് അത്യാവശ്യം നന്നായി ശ്രദ്ധിക്കണം. സോ നെഗറ്റീവായിട്ട് വരുന്ന ഒരു കാര്യങ്ങളിലും ഇൻവോൾവ് ആകാതെ ഇരിക്കുക. ഈവൻ എക്സാം സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ അൺവാണ്ടഡ് കോൺവെർസേഷൻസ് കൊണ്ടുവരിക, പിന്നെ എന്ത് ചെയ്യുക, പ്രീവിയസ് ആയി കഴിഞ്ഞ ഷിഫ്റ്റുകളുടെ അനാലിസിസ് നോക്കി ടെൻഷൻ ആവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു,
പോകുന്നു, എക്സാം അറ്റൻഡ് ചെയ്യുന്നു, വരുന്നു. ഓക്കെ. പിന്നെ എന്ത് ചെയ്യാ, എക്സാം എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സെൽഫ് ഒരു ബിലീഫ് ഉണ്ടാക്കുക. ഓക്കെ, ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എന്റെ മാക്സിമം ഇട്ടിട്ടുണ്ട്, എന്റെ മാക്സിമം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈവൻ എനിക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എക്സാം ടഫ് ആണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും ടഫ് ആയിരിക്കും. സോ നോർമലൈസേഷൻ അവിടെ ഉണ്ട്, അല്ലെ? അതായത് എനിക്ക് ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ സ്റ്റക്ക് ആയി, നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല, നിങ്ങളെ ടൈം അവിടെ പോയി, ആൻസർ കിട്ടിയില്ല. ഉടനടി ചിന്തിക്കുക, ഇത് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും, ബാക്കി ആർക്കും കിട്ടില്ല. ഓക്കെ, അങ്ങനെ അങ്ങ് ചിന്തിച്ചേക്കുക. ഉം. എന്നിട്ട് സ്കിപ്പ് അടിച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ അധിക സ്റ്റുഡൻസ് പറയും എന്താണ്, നന്നായി പഠിച്ചു, നന്നായിട്ട് എഴുതി, പക്ഷെ റിസൾട്ട് ഇല്ല. എന്താണ്? കോൺഫിഡൻസ് ഇല്ല. ഓക്കെ. സോ അൺവാണ്ടഡ് കോൺവെർസേഷൻസ് ഒഴിവാക്കി ഈ അനാലിസിസിലേക്ക് ഓവറായിട്ട് അനാലിസിസ് ചെയ്യാതെ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഓരോ എക്സാം എഴുതുമ്പോഴും ഇതെന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്, എനിക്കിത് ഈ എക്സാം കിട്ടണം, ഇത് കിട്ടിയിട്ടേ ഞാൻ നിൽക്കുള്ളൂ എന്നുള്ള രീതിയിൽ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോവുക. പക്ഷെ അപ്പോഴും അവിടെ ഉണ്ടാവണം, ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതല്ല എന്റെ ലൈഫ്, അല്ലെ? ഇത് മാത്രമല്ല എന്റെ ലൈഫ്. എന്റെ മാക്സിമം ഞാൻ ഇവിടെ ഇടും, എനിക്കിത് കിട്ടണം. പക്ഷേ ഇതെന്റെ കയ്യിൽ നിന്ന് പോയാൽ ഇത് മാത്രമല്ല ലൈഫ്, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇനിയും ഓപ്പർച്യൂണിറ്റീസ് വരും. സോ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ ഏതാണ് നമ്മളെ റൈറ്റ് ടൈം എന്ന് നമുക്കറിയില്ല. സോ എല്ലാ ഓപ്പർച്യൂണിറ്റിയും പോസിറ്റീവായിട്ടും കോൺഫിഡന്റ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് ഇടുക. ഓക്കെ. ഏതാണ് നമ്മളെ റൈറ്റ് ടൈം, ആ റൈറ്റ് ടൈമിൽ നമുക്ക് കിട്ടുന്നത് കിട്ടും. സോ ബി കോൺഫിഡന്റ്. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും താങ്ക് യു. അപ്പൊ ഇത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ളത് സ്വീകരിക്കാനും ആവശ്യമില്ലാതെ റിജക്ട് ചെയ്യാനുള്ള എല്ലാവിധ ഫ്രീഡം ഉണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുമ്പോഴേക്കും താങ്ക് യു.